സ്കൂൾ ചെറുക്കണം PTA പ്രസിഡന്റാണ്. ആക്ഷൻ കമ്മിറ്റി അംഗീകാരം കൂടിയാണ്. അതോടൊപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ആശുണ്ട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സലീമുണ്ട്, വികസന സാംസ്കാരിക കമ്മിറ്റി അസീനുണ്ട്. പത്രസമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തത് നമ്മുടെ നാട്ടിലെ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നാടിനെ വികസന പാതയിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവർത്തികളെയും നമ്മളെല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൽ രാഷ്ട്രീയവും ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതിന് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുകയും അത് തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം അത് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നായിരിക്കണം. പക്ഷെ ഈ വികസനം നടക്കുമ്പോൾ ചിലപ്പോൾ ആളുകളായാലും സംഘടനകളായാലും ചില ബുദ്ധിവീഴ്ചകൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷെ ഒരു ആവശ്യവുമില്ലാതെ ഈ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമ്പോഴാണ് അത് എന്തിന് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ ദേശീയ പാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തലപ്പാടിയിൽ നിന്ന് നീലേശ്വര കാലിക്കടവ് വരെ ആണ് നമ്മുടെ ജില്ലയിൽ ഉള്ള റീച്ച്. ഇപ്പോൾ 2 റീച്ചുകളായിട്ട് 2 കരാർ കമ്പനികളാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ദേശീയപാത വികസനം എന്നത്. അപ്പോൾ ആ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ജില്ലയിലെ ജനപ്രതിനിധികളുമായി അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുമായി അതിൻ്റെ അലൈൻമെന്റ് എന്താണ്, എവിടെയൊക്കെ മേൽപ്പാലം വരുന്നുണ്ട്, എവിടെയൊക്കെ അടിപ്പാത വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളുമായി ബാക്കി ബന്ധപ്പെട്ട ആളുകളുമായി ഒരു ചർച്ച, ഒരു ആശയവിനിമയം നടക്കേണ്ടതായിരുന്നു. അത് നടന്നിട്ടില്ല. അപ്പോൾ അത് നടക്കാത്തപ്പോഴാണ് ഈ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾ ഞങ്ങൾ പറയാനല്ല ഇവിടെ വന്നത്. ഇപ്പോൾ ചെർക്കള ടൗണിൽ ഒരു മേൽപ്പാലം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാലം നിർമ്മിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല അതിൻ്റെ അവരുടെ പരിപാടിയിൽ അതുണ്ട്. അപ്പോൾ തീരെ ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ ചെർക്കളയിൽ മേൽപ്പാലം നിർമ്മിച്ചാൽ ഈ ദേശീയപാത വികസനം എന്ന ആശയം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എങ്കിൽ ഓക്കെ, ചെർക്കളയിൽ ഈ മേൽപ്പാലം വരുന്നതിന് ആരോഗ്യം. പക്ഷെ ഒരാവശ്യം അവിടെ ഇല്ല. ചെർക്കള ടൗണ് എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ ബാക്കിയുള്ള ടൗണുകളെ പോലെ ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും നമ്മൾ അനുഭവപ്പെടുന്നതാണ് ഈ ഗതാഗത കുരുക്ക്. ഇപ്പോൾ സാധാരണ 2 മിനിറ്റ് കൊണ്ട് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം. ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കുന്നുണ്ട് ട്രാഫിക് ജാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല ചെർക്കള എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മേൽപ്പാലത്തിന്റെ ആവശ്യം ഇല്ല അവിടെ. മാത്രവുമല്ല ധാരാളം സ്കൂളുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, അതുപോലെയുള്ള PSC സെന്റർ ഒക്കെ ചെർക്കള ടൗണിലുണ്ട്. അപ്പോൾ ഒരു മേൽപ്പാലത്തിന്റെ ഒരു ആവശ്യമില്ല. മാത്രമല്ല വെറുതെ ഒരു ടൗണിനെ, ഒരു പ്രദേശത്തെ ഇങ്ങനെ 2ആയി വിഭജിക്കുന്നതിൽ ഒരർത്ഥമില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നത്. അവിടെ ഒരു മേൽപ്പാലം പണിതേ നമുക്ക് ഈ 6 വരിപ്പാത എന്ന ആശയം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റും എങ്കിൽ ഓക്കെ, നമ്മളാലോചിക്കുക. അപ്പോൾ ഒരാവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഈ ആശയക്കുഴപ്പം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികളുമായി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ ആക്ഷൻ ഡെവലപ്മെന്റ് കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ ഈ ഒരു സംഘടന ഉണ്ടാക്കാൻ കാരണം തന്നെ ഈ ഒരു ആലോചന മുമ്പ് ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പോൾ ആവശ്യമില്ല. ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കൊക്കെ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്, ആക്ഷൻ കമ്മിറ്റിയുടെ കത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ തലപ്പാടി മുതൽ ഈ 4 മൈൽ വരെ
ULC ആണ്, നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതിനുശേഷം മേഘ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട്, ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയേ തീരും. ഇത് മുഴുവൻ നാട്ടുകാരുടെയും ജനങ്ങളുടെയും ആവശ്യമാണ്. ഒരു ആവശ്യം മേൽപ്പാലത്തിന് ചെറുക്കട ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നുണ്ട്. അലൈൻമെന്റിൽ മാത്രം വരുത്തേണ്ട ആവശ്യമില്ല. അലൈൻമെന്റ് ഇപ്പൊ ഞാൻ പറയാ, ഒരു നാട്ടിൽ വികസനം കൊണ്ടുവരുന്നത് ഒരു നാടിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടിയാണ്, നാട് നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി. ഫ്ലൈ ഓവർ നിർമ്മിച്ചതിനേക്കാളും ഭംഗി ആയി നമുക്ക് ആ ചെറുക്കൽ ടൗണിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിലിപ്പോ പറയാനുള്ളത് ചെറുക്കൽ ടൗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 അന്തർ സംസ്ഥാന പാതയെ കൂടി കടന്നു ഏരിയ. അപ്പൊ അവിടെ ഫ്ലൈ ഓവർ NH വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പോ ഈ ചെർക്കള കല്ലടക്ക റോഡ് കേന്ദ്ര സർക്കാരിന്റെ 200 കോടി രൂപയിൽ റോഡ് വരുന്നത്. അപ്പൊ അതിന്റെ എൻട്രി കൂടി ഇതില് ഫ്ലൈ ഓവർ വന്നാൽ അതിൽ കൊടുക്കാൻ പറ്റും. നേരെ കുറച്ച് ഇപ്പൊ ചെർക്കള ജാൻസൂർ റോഡും കൂടി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. അപ്പൊ അതും കൂടി ആ 2 റോഡും കൂടി ഇത് വരുമ്പോൾ നമുക്ക് ഈ സർക്കിളായി കഴിഞ്ഞാൽ അവർക്ക് എൻട്രി എക്സിറ്റും എൻട്രിയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ പാലം പൊട്ടിച്ച് അതിലേക്ക് ഇൻവേർട്ട് ചെയ്യും. അത് പ്രശ്നമാണ്. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. ചെർക്കളത്തിന്റെ അവിടെ ഒരു ആദ്യം ഒരു അലൈൻമെന്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും 45 മീറ്റർ എടുക്കുമ്പോൾ ചെർക്കള ടൗണിൽ 65 മീറ്റർ സർക്കിളിന്റെ ആദ്യം അലൈൻമെന്റ് എടുക്കുക അവർ സർവാർത്ഥിയാണ്. അത് വീണ്ടും ചുരുക്കിയിട്ട് ഇപ്പോൾ പെട്ടെന്നാണ് അവർ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഫ്ലൈ ഓവർ എത്തിയത്. പിന്നൊന്ന് പറയാനുള്ളത് നമ്മുടെ ചെർക്കളയിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്നായത് BC റോഡ് സിവിൽ സ്റ്റേഷനുള്ള ഏരിയ കളക്ടറേറ്റുള്ള 10-12,000 കുട്ടികളും ഉദ്യോഗസ്ഥന്മാരും അവിടെ കടന്നു പോകുന്ന ഒരു പാതയാണ്. അവിടെ ഒരു ക്രോസിംഗ് ഇല്ല. അതുപോലെ നായ്മാറമുള്ള 4 റോഡുകൾ കൂടി എഴുന്നേറ്റ് അവിടെയും പാസിംഗ് ഇല്ല. അതേപോലെ ചെങ്കള 4-ാം മൈലിൽ അവിടെ ഇപ്പോൾ ഇവിടെ ലൈൻമെന്റ് കൊടുത്തിട്ടുള്ളത് ഫുഡ് ഫ്ലൈ ഓവറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് ഫ്ലൈ ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് ഫ്ലൈ ഓവർ വന്നിട്ടൊന്നും ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിനൊരു അണ്ടർ പാസ്, ഇതുപോലെ 3 സെക്കൻഡ് അണ്ടർ പാസ്. അതുപോലെ ബേവിഞ്ച കല്ലിക്കുട്ടം പോകുന്ന റോഡ്, ബോബിക്കാൻ കല്ലിക്കുട്ടം റോഡ്, ആ റോഡിലേക്ക് എൻട്രിയും എക്സിറ്റും അതിൽ കൊടുക്കുന്നില്ല. സർവീസ് റോഡുണ്ട്, അതിൽ സർവീസ് റോഡുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ഇതുമായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ വികസനത്തിന് ഞങ്ങളെതിരല്ല, വികസനം ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ ഭാഗമായി സർക്കിൾ ഉണ്ടാക്കി കൊടുത്ത് ആ സർക്കിളിനോടൊപ്പം നല്ല മനോഹരമായ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിനെക്കാളും ഏറ്റവും ഉപകാരം. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഫ്ലൈ ഓവർ വന്നാൽ എങ്ങനെ ഉണ്ടാവും, സർക്കിൾ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നൊരു പ്ലാൻ അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കും. അതുകൂടി ഞങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ 4-ാം തീയതി നാളെ നമ്മൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്, കലാകാരമായിട്ട് സംസാരിക്കുന്നുണ്ട്. 8-ാം തീയതി ബഹുമാനപ്പെട്ട കളക്ടർ മീറ്റിംഗ് വിളിച്ചെന്നാ പറഞ്ഞത്, കളക്ടർ കിട്ടിയില്ല. അതും കൂടി പറഞ്ഞു. ചെറുക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുക്കളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വിവരിക്കണമെന്നില്ല. ബഹുമാനായ മുൻ മന്ത്രി ചെറുപ്പയുടെ നിരന്തരമായിട്ട് ചെറുക്കളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ്. ഈ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള 37.2 കിലോമീറ്ററിൽ 1243 കോടി രൂപയാണ് എക്സ്പെൻസ്. 15 വർഷമാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കാലാവധി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 80 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന റോഡുകളാണ് ഈ NH ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ചെറുക്കളയിൽ ഓവർപാസ് കഴിഞ്ഞ്, അതായത് 400 മീറ്റർ ഫ്ലൈ ഓവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 400 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള വേഗത എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം ചെറുക്കളയിൽ ചട്ടഞ്ചാല് ചെറുക്കളയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുക്കളയെ മാത്രം ബാധിക്കുന്ന ഒരു കഥയല്ല. ഈ ഫ്ലൈ ഓവർ കൊണ്ട് സാധാരണ നമ്മൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ
ഒരു എക്സിറ്റ് കിട്ടിയാൽ പുറത്തിറങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മൾ നേരിട്ട് പോകാൻ ഒരു കിലോമീറ്റർ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പൊതുവേ ഉണ്ടാകും. ഈ ചെറുകിട പ്രദേശം എന്ന് പറയുന്നത് ഈ ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്കുള്ള നാഷണൽ ഹൈവേയിൽ പോകുന്ന ഒറ്റ എക്സിറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിലേക്ക് ഈ മതിയടുക്കയിലെ വെള്ളയിലെ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിലേക്കുള്ള ഏക എക്സിറ്റാണ് നാഷണൽ ഹൈവേ എക്സിറ്റാണ് ചെറുക്കണം. അപ്പൊ ഇതിന്റെ അവസ്ഥ ഇതിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാതിരിക്കാൻ വേണ്ടിയാണോ ഈ പാലം വരുന്നത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. യഥാർത്ഥം ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് കാസർഗോഡ് ടൗണിൽ വന്നിട്ട് റോഡൊക്കെ അടിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് മെഡിക്കൽ കോളേജ് ആ ഒരു സ്ഥിതിവിശേഷനും ഇതിനകത്ത് ഉണ്ടാകും. പിന്നെ LBSലേക്ക് പോകും. 2 അന്തർ സംസ്ഥാന പാതകൾ നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന് അക്രഡേഷൻ ആയി, നാഷണൽ ഹൈവേ അക്രഡേഷൻ കിട്ടി. രണ്ടാമത്തെ അപ്രൂവൽ. 2 ഈ മൈസൂർ പാത എന്ന് പറഞ്ഞ പഴയ ഇവിടുത്തെ ബാംഗ്ലൂരിലേക്കുള്ള ഓൾഡ് പാതയാണ്. ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി പറ്റുന്ന ഒരു ഓൾഡ് പാതയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ്. ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരു രൂപത്തിലാണ് അവിടെ ഈ സംഭവം ഉൾക്കൊള്ളുന്നത്. ഈ 400 മീറ്റർ പിന്നെ മേൽപ്പാലം പണിതില്ലെങ്കിൽ അവിടെ വികസനങ്ങൾ നടക്കൂല എന്നുള്ളത് അതിനാവശ്യമായ സ്ഥലങ്ങൾ അവിടെ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളും പിന്നെ സ്ഥലങ്ങളൊക്കെ യാതൊരു പരിവേഷമില്ലാതെ നാട്ടുകാർ ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് പോലെയാണ് നൽകിയത്. ഒരു 1.3 ലക്ഷം രൂപക്കാണ് സെന്റിന് സ്ഥലം വെച്ചത്. 20 ലക്ഷം രൂപയുടെ സെന്റിന്റെ സ്ഥലം ഇപ്പൊ മാർക്കറ്റ് റേറ്റ് പ്രകാരം 20 ലക്ഷം രൂപ സെന്റിന് സ്ഥലമുള്ള സ്ഥലം. ഇത് ഇവിടെ ഡെവലപ്മെന്റ് വന്നാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ, നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിൽ ഈ സർഫേസ് റോഡ് പോയാൽ യാതൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകും. സാധാരണക്കാരനായ പിന്നെ ആൾക്കാരുടെ ഉപജീവനമാർഗ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു നിൽക്കാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 5 ജില്ലകളിലൊക്കെ ഈ പിന്നെ ഒടുങ്ങിയ പാതകൾ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതിന് നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ചെറുക്കിടയിൽ സംഭവിച്ചില്ല. എന്താ വെച്ചാൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചെറുക്കിടയിൽ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പിന്നെ 3500ഓളം കുട്ടികളൊക്കെ പഠിക്കുന്നു. അപ്പൊ ഇരിക്കുന്ന സംവിധാനങ്ങൾ വെച്ചാൽ ഈ പാലം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പാലത്തിന്റെ സാധാരണതയിൽ നമ്മളിപ്പോ ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലൊക്കെ നിങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളൊക്കെ പോകുന്ന ആൾക്കാരാണ്. ആ സ്ഥലത്തൊക്കെ ഈ സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെ നമ്മുടെ നാടോടികൾ, മയക്കുമരുന്നുകളും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തമ്പടിച്ച് ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ പാലത്തിന്റെ അടിയിലൊക്കെ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുടാണ്. നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത, കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ. അപ്പൊ അതില്ലാതിരിക്കാൻ നമുക്ക് സർഫേസ് റോഡ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ചെറുക്കള ഭാവിതരമായിരിക്കും. നല്ല ഈ ജില്ലയിലെ ഏറ്റവും മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഈ ചെറുക്കള പ്രദേശം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് യഥാർത്ഥത്തിൽ. പിന്നെ ഈ മേൽപ്പാല പണിയുടെ ജംഗ്ഷനുകളുടെ മേൽപ്പാലം പറയണമെന്നുണ്ട്. ഒസങ്ങാടിയിൽ മേൽപ്പാലമില്ല, കുമ്പളയിൽ ജംഗ്ഷൻ, കുമ്പളയിൽ മേൽപ്പാലമില്ല. നീലശ്ശേരി ജംഗ്ഷനാണ്, നീലശ്ശേരി മേൽപ്പാലമില്ല. ചെറുക്കളയിൽ മാത്രമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ദുരൂഹത ഇതിനകത്തുണ്ട്. ചെറുക്കളയെ മാത്രം നശിപ്പിക്കാൻ മാത്രമല്ല, കാസർഗോഡ് മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് മുരടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ഇതിനകത്തുണ്ടോ, ഒരു അന്യ സംസ്ഥാന ലോബി ഇതിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയം. ചെറുക്കള ടൗണിന്റെ പ്രസക്തി, ചെറുക്കള ടൗൺ ഇല്ലാതായി പോകുന്നുള്ള ഒരു ആശങ്കയാണ്. തീർച്ചയായും ചെറുക്കള ടൗണിന്റെ ഭാവി വികസനം അതൊക്കെ ഇല്ലാതാവുന്നതാണ്. ഇതില് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വികസനത്തിന് വേണ്ടി ലാൻഡ് വിട്ടുകൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർ വീണ്ടും അവിടെ ഡെവലപ്മെന്റ് ചെയ്യും, മറ്റുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്തുണ്ട്. അപ്പൊ അവർക്കും കൂടി ഉപകാരം പറ്റില്ല. ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ബിൽഡിംഗ് ഇതിനടുത്ത് കാര്യം, അവര് ബിൽഡിംഗ് സ്ഥലങ്ങൾ ലാൻഡൊക്കെ വിട്ടിരുന്നതിന് വികസനം വരാൻ പറ്റില്ല. ആ വികസനം വരുമ്പോ ഈ പറയുന്ന ഈ പിന്നെ ഫ്ലൈ ഓവറിൽ കൂടി കയറി കഴിഞ്ഞാൽ അവർ ബിൽഡിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് വരാനില്ല. സാധാരണ പിന്നെ ചില പദാർത്ഥങ്ങൾ അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. ഇപ്പോ പ്രധാനമായ വിഷയം പറയുന്നത് ഇത് NH66 ആണ്. ഇതോടൊപ്പം തന്നെ ചെറുക്കളയിൽ നിന്ന് ചെറുക്കള, കല്ലേർക്ക, ബാംഗ്ലൂർ NH റോഡ് ഓൾറെഡി അത് സെൻട്രൽ ഗവൺമെന്റ് പരിഗണനയിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ചെറുക്കള, മൈസൂർ, ബാംഗ്ലൂർ റോഡ്. ഇതും ഓൾറെഡി പരിഗണന വന്നു. അപ്പൊ അവിടെ 3 നാഷണൽ ഹൈവേയുടെ ഒരു ജംഗ്ഷനാണ് വരുന്നത്.
ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഫ്ലൈ ഓവർ വരികയാണെങ്കിൽ ബന്ധപ്പെട്ട രണ്ട് റോഡുകൾക്ക് എങ്ങനെ ലിങ്കാക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അഥവാ ഫ്ലൈ ഓവർ കൊണ്ട് തന്നെ ലിങ്ക് ചെയ്താൽ സംഭവിക്കുന്നത് ചെറുക്കല ടൗൺ മുഴുവൻ ഭൂമിക്കടിയിൽ മുഴുവൻ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പിന്നെ ഫ്ലൈ ഓവർ സാധാരണ ചെയ്യാറ് 4 വരിയും ഈ 2 വരിയൊക്കെയാണ്. ഇവിടെ പ്രപ്പോസ് ചെയ്തത് 6 വരിയും ഫ്ലൈ ഓവറിനായാണ്.